അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് മുരിങ്ങയിലയാണ്. ഒരു 3 വലിയ കൈപ്പിടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് 2 മുട്ടയാണ്. 2-3 മുട്ട എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 5 വെളുത്തുള്ളി, പിന്നെ എടുത്തേക്കുന്നത് ഒരു 5-8 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്. നമുക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം എന്താ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും തേങ്ങയുടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ചതച്ച് വെച്ചേക്കണ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. കളറൊന്നും ഒത്തിരി അങ്ങ് ചേഞ്ച് ആകണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ മുരിങ്ങയിലെ മുട്ടയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയിലേക്ക് ഒത്തിരി വേവില്ലല്ലോ. എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം എങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതാ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തോരൻ നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. വെള്ളമയമൊക്കെ പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആകട്ടെ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടത്തോരൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.